ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എഗ് റൈസിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്കിതിനായിട്ട് മുട്ടയൊന്ന് ചിക്കി എടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 5 എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചാണ്. ഇത് നന്നായി തന്നെ ഒന്ന് ചിക്കി എടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയും പെപ്പർ പൗഡറും ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിനി റൈസിന് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതെല്ലാം അതിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ എഗ്ഗെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്കുള്ള മസാലയെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 2 സവാളയും ഒരു തക്കാളിയും കൂടെ ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിലും എഗ്ഗിലെല്ലാം ഉപ്പ് ഓൾറെഡി ചേർത്ത് വെച്ചതാണ്. ഈ മസാലയിലേക്കുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഫൈനായി തന്നെ അരച്ചെടുക്കാം. ഇപ്പം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗീയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് ചൂടാക്കി എടുത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് അരച്ച് വെച്ച മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലിൽ കിടന്ന് ചൂടായി മസാലയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊന്നും ഇതുപോലെ അരച്ച് ചേർക്കാതെ നോർമൽ എഗ് റൈസിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ പോയി ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോന മസൂരി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് സോന മസൂരി റൈസ് കുക്ക് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്ത് വെച്ച റൈസാണ്. നമുക്കിതിന് പകരം ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുട്ടികളെ സ്കൂളിൽ പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സവാളയൊന്നും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. മസാലകളും എഗ്ഗും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ എഗ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.